എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ യാത്ര ഇന്ന് മധുമല മൂലസ്ഥാനത്തേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഇലന്തൂരിൽ നിന്ന് ഏതാണ്ട് നല്ല ദൂരമുണ്ട് കേട്ടോ. പൂക്കോട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നിട്ട് അതിനടുത്തായിട്ടുള്ള ഒരു മലനട അപ്പൂപ്പൻ ഒരു പ്രതിഷ്ഠയുള്ളിടത്തേക്ക് ഞാൻ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല ഒരു മലമുകളിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ നല്ല ശരിക്കും ഹൈറ്റുള്ളൊരു മലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. ചുറ്റോട് ചുറ്റും ഒരു മനുഷ്യജീവി പോലും ഇല്ല കേട്ടോ. ഇത് ശരിക്കും ഒരു കാട് പിടിച്ച സ്ഥലമാണ് കേട്ടോ. റബ്ബർ തോട്ടവും അതുപോലെ വന്യജീവികൾ വല്ലതും ഉണ്ടോ ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ആ ഒരു പ്രതിഷ്ഠ, ഒരു മലയപ്പൂപ്പൻ്റെ ആ ഒരു പ്രതിഷ്ഠയുള്ള ആ ഭാഗത്തേക്കാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കാണുന്ന വഴി അങ്ങ് നമ്മൾ പൂക്കോട് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ഞാൻ കയറി വന്ന വഴിയാണ്. ഇവിടെ ശരിക്കും കഴിഞ്ഞിടക്കാലം വരെ കൊടും വനമായിരുന്നെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് കേട്ടോ. ഞാനിങ്ങോട്ട് പോരുമ്പോൾ ജംഗ്ഷൻ അടുത്തുള്ള ഒരു വീട്ടിൽ കയറിയിരുന്നു. അവരെന്നോട് പറഞ്ഞത് ഒറ്റയ്ക്ക് മലമുകളിലേക്ക് പോകരുതെന്നാണ്. അവരത് പറയാനുള്ള കാരണം, ഒന്നാമത് ഇവിടെ അടുത്തെങ്ങും ഒറ്റ വീട് പോലുമില്ല. മഴയോ കാറ്റോ വന്നാൽ പറത്തിക്കൊണ്ട് പോകുമെന്ന് വരെയും പറഞ്ഞു. എന്തെങ്കിലും അപകടം പറ്റിയാൽ ആരും അറിയുക പോലുമില്ല. എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും ആർക്കും കേൾക്കാൻ പോലും പറ്റത്തില്ലെന്ന്. പിന്നെ സമയം തെറ്റി കടന്നു എന്നാൽ മലമുത്തപ്പന് കോപം ഉണ്ടാകുമെന്നും അതുമൂലം നമുക്ക് ഭാവിയിൽ അനിഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞു. ശരിക്കും പറയാണല്ലോ, നല്ല ഉയരത്തിലാണിത് കേട്ടോ. രണ്ട് വഴി, ഞാനിങ്ങോട്ട് കടന്നു വരുന്നത് രണ്ട് വഴി ഇങ്ങനെ പിരിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതിൽ ഇടതും വലതുമായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ട്. അതിൽ ഞാൻ വലുതാണ് കയറി വന്നത്. ഇത് ശരിക്കുള്ള ആ പോയിന്റിലേക്കാണോ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒന്ന് ചോദിക്കാൻ പോലും ഇവിടെ അടുത്ത ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊരു മുകളിലെത്തി ഒരു തോട്ടത്തിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. റബ്ബർ തോട്ടത്തിലേക്കാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഇവിടെ നല്ല നിരപ്പായ ഒരു പ്രദേശമാണേ. വനമൊക്കെ വെട്ടിത്തെളിച്ച് ഇപ്പോൾ റബ്ബറൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്. കാട്ടിനുള്ളിലൂടെ അപകടം പതിയിരിക്കുന്ന വഴിയാണ്. എന്തെങ്കിലും നല്ല സാധനം പതുങ്ങി കിടന്നാൽ പോലും അറിയയില്ല. എനിക്കറിയാം ഇത് ശരിക്കും റിസ്കേറിയ ഒരു കാര്യമാണെന്ന്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ റിസ്ക് ഏറ്റെടുക്കുന്നത് നല്ലതാകും. അങ്ങനെ പ്രയാസങ്ങളൊക്കെ താണ്ടി ഞാൻ ഈ മൂലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. മധുമല മൂലസ്ഥാനം. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് യഥാർത്ഥ ഒരു പ്രതിഷ്ഠ കുടികൊള്ളുന്നത്. ഇവിടുന്ന് ശരിക്കും വന്നു പോകാനൊക്കെയുള്ള ആൾക്കാർക്ക് വന്നു പോകാനും തൊഴാനും ഒക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കിഴക്കേ ഭാഗത്തായിട്ട് മലനട മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതും, അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മലയിരിക്കും മുരുപ്പൻ, നമ്മൾ അത് ഞാൻ കാണിക്കാൻ പറയാം. അപ്പം മലയിരിക്കും മുരുപ്പൻ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ട്. അവിടേക്കും എല്ലാവർക്കും വന്നു പോകാനും ഒക്കെയുള്ള സൗകര്യത്തിനായിട്ട് അപ്പൂപ്പൻ അവിടേക്ക് പോയി അപ്പൂപ്പനെ കാണാനും അപ്പൂപ്പനോട് ആവശ്യങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് അപ്പൂപ്പൻ അവിടേക്ക് പോയിരുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള മൂലസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണ്. കൊടും കാടായതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ കരുതിയത് സംരക്ഷണമൊന്നുമില്ലാതെ മുത്തപ്പൻ ഇവിടെ കുടികൊള്ളുന്നു എന്നാണ്. പക്ഷെ മുത്തപ്പന് ഒരു സ്ഥാനമൊക്കെ ഒരുക്കി ചുറ്റുമതിലൊക്കെ കെട്ടി ഇത്തരത്തിലൊരു സംരക്ഷണത്തിലാണെന്ന് ശരിക്കും കരുതിയില്ല. ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നെങ്കിലും മലയുടെ മുകളിലേക്ക് കയറുന്തോറും എൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. പോരാത്തതിന് 5 മണി കഴിഞ്ഞ് സന്ധ്യയാകാറായ സമയം. ഒറ്റയ്ക്ക് ഈ കൊടുങ്കാട്ടിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയോർത്ത് ഭയന്നാണ് കയറി വന്നത്. പക്ഷേ പേടിക്കണ്ട, കൂട്ടിനാളുണ്ട് എന്ന് പറഞ്ഞു വെച്ചതുപോലെ എൻ്റെ മുമ്പിൽ ഒരമ്മ നിൽക്കുന്നു. ഈ അമ്മയാണ് ഇവിടെ അപ്പൂപ്പന് സ്ഥിരമായി വിളക്ക് കത്തിക്കുന്നത്. മലയപ്പൂപ്പനെ പറ്റിയുള്ള ഐതിഹ്യം അമ്മയോട് തന്നെ ചോദിക്കാം. 5 പേര് വന്നതില് അതിൽ ഏറ്റവും മൂത്ത ആള് ദുര്യോധന ഇവിടെ വന്നിരുന്ന്. അപ്പം ബാക്കിയുള്ളവരാ ആറന്മുള പോയേക്കുന്നത്. ഈ അമ്മ പറയുന്നത് മഹാഭാരത കഥകളിലെ ദുര്യോധനൻ ഉൾപ്പെടെ 5 പേർ ഇതുവഴി വന്നെന്നും ഈ സ്ഥലം കണ്ടിഷ്ടപ്പെട്ട് ഇവിടെ താമസിച്ചെന്നുമാണ് പറയുന്നത്. പിന്നീട് ദുര്യോധനൻ ഇവിടെ കുടിയിരുന്നെന്നും ബാക്കിയുള്ളവരൊക്കെ ആറന്മുള ഭാഗത്തേക്ക് പോയെന്നുമാണ് പറയുന്നത്. എന്തായാലും ഈ 4 ചുറ്റിനുമുള്ള മലകളെയും ഇവിടുത്തെ ജനങ്ങൾക്കുമൊക്കെ സംരക്ഷണം നൽകുന്നത് ഈ അപ്പൂപ്പനാണെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. എല്ലാ പ്രാർത്ഥനകൾക്കും അനുഗ്രഹം തരുന്ന ശക്തിയേറിയ ഒരു ചൈതന്യമായി അപ്പൂപ്പൻ ഇവിടെ കുടികൊള്ളുന്നു. അഭീഷ്ട സിദ്ധിക്കായി മുറുക്കാൻ, കള്ള്, ചുട്ട കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയൊക്കെ അപ്പൂപ്പന് കാഴ്ചയെ വയ്ക്കാവുന്നതാണ്. ഈ പെരുമഴക്കാലത്ത് കൊടുങ്കാട്ടിനുള്ളിലേക്ക് അപ്പൂപ്പനെ കാണാൻ വരുന്നതിൽ എനിക്ക് കുറേ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു വലിയ നിവേദനം ഞാൻ അപ്പൂപ്പനെ സമർപ്പിച്ചിട്ടുണ്ട്.
ഐതിഹ്യങ്ങൾ തേടി പുറപ്പെടുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വലിയ മലകളിലൊക്കെ തന്നെ മലയപ്പൂപ്പന്മാർ, മലയച്ഛന്മാർ തുടങ്ങിയവരുണ്ടെന്നുള്ള വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. മതിൽക്കെട്ടിന് പുറത്തായി കാണുന്ന ചെങ്കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഈ കുഴി തൊട്ടിക്കുഴി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൂപ്പനും കൂട്ടാളികളും പണ്ടുകാലത്ത് താമസിച്ചിരുന്ന സമയത്ത് അവർക്ക് കുളിക്കുന്നതിനും മറ്റാവശ്യത്തിനുമൊക്കെയുള്ള വെള്ളം സംഭരിച്ചിരുന്നത് ഈ കുഴിയിലായിരുന്നെന്ന് പറയുന്നു. ശാന്തമായ സമാധാനമായും പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ വന്നാൽ അതൊരു നല്ല അനുഭവമായിരിക്കും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്കും സോളോ ട്രിപ്പ് ചെയ്യുന്നവർക്കും ഒക്കെ വന്നു പോകാൻ പറ്റിയ ഒരു ഇടം കൂടിയാണിത്. ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് വരികയും സാഹസികത ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണെങ്കിൽ വന്നു പോകാം. അങ്ങനെ അല്ലാത്തവർ ഒരു കാരണവശാലും കൂടെ ആരെങ്കിലും ഇല്ലാതെ ഇങ്ങോട്ട് കടന്നു വരരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ മധുമല മൂലസ്ഥാനത്തെത്തി അപ്പൂപ്പനെ കണ്ട് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഞാൻ മടങ്ങുകയാണ്. ഇവിടെ വരണമെന്നുള്ളവർക്ക് എത്തിച്ചേരാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. പത്തനംതിട്ടയിൽ നിന്ന് ഇലന്തൂർക്ക് പോകുന്ന വഴി പാര്യാപുരത്തിറങ്ങിയാൽ അവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററിനുള്ളിൽ സഞ്ചരിച്ചാൽ ഇവിടെ എത്താവുന്നതാണ്. കോഴഞ്ചേരി വഴി വരുന്നവർ ഇലന്തൂരിനിപ്പുറമുള്ള ജംഗ്ഷനിൽ നിന്നും പൂക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാലും ഇവിടെ എത്താവുന്നതാണ്. ഞാനിനി ഇവിടെ നിന്നും മല ഇറങ്ങുകയാണ്. എൻ്റെ കൂടെ ഇവിടെ കണ്ട അമ്മയും ഒപ്പമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്രാവിശേഷം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം.